ദൈവനാമത്തിന് മഹത്വം താഴ്ത്തട്ടെ. നോമ്പിൻ്റെ നാളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നാം വായിക്കുന്നതും കേൾക്കുന്നതുമായ വചനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെ അനുഭവമായി തീരാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഈ വേദഭാഗം ഒന്ന് വായിക്കാം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരമുള്ളവായി. ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലില്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമില്ല, ദൈവത്തിൽ നിന്നിത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായതിൻ്റെ തേജസ്സായി കണ്ടു. സുവിശേഷങ്ങളിൽ 4-ാമത്തെ സുവിശേഷമാണിത്. കർത്താവ് വളരെയും സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനാണ് ഇത് എഴുതിയത്. കർത്താവ് പലയിടത്ത് പോകുമ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ 3 പേരെ കൊണ്ടുപോകുമായിരുന്നു. അതിലൊരാളായിരുന്നു യോഹന്നാൻ. ഏറ്റവും അവസാനം ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവിൻ്റെ അമ്മയായ മറിയയുടെ ഭാര്യ ഉത്തരവാദിത്വങ്ങൾ ഈ പ്രിയ ശിഷ്യനെ ഏൽപ്പിക്കുന്നതായി നാം കാണുന്നു. വചനം എന്ന് വിശേഷിപ്പിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. വചനം ജഡമായി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി മനുഷ്യപുത്രനായി ഈ ലോകത്തിൽ അവതരിച്ചതാണ്. യേശു ദൈവത്തിൻ്റെ ജീവൻ നൽകുന്ന വചനമാണ്. പിതാവായ ദൈവത്തിന് തൻ്റെ സൃഷ്ടിയോടുള്ള സ്നേഹത്തിൻ്റെ അഗാധമായ വെളിപ്പെടുത്തലാണ് യേശുക്രിസ്തു. ദൈവിക ബന്ധത്തിൻ്റെ അടുപ്പത്തിൽ നിന്ന് തെറ്റിപ്പോയ സകല സൃഷ്ടിയെയും ദൈവസ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തുള്ള വരവിനെ കാണാം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ അർത്ഥമാണിത്. യേശു ദൈവപുത്രൻ ആണെന്നും വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നും യോഹന്നാൻ സാക്ഷിയായിരിക്കുന്നു. ദൈവിക ബന്ധത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുന്നത് എന്തും ഇരുളാണ്. കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകുന്നത് അതിൽ വെളിച്ചം തിരിച്ചറിയുമ്പോഴാണ്. ക്രിസ്തു നമ്മിൽ പ്രകാശിക്കുമ്പോൾ ഇരുളിനെ അതിജീവിക്കാൻ സാധിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാണ്. ദൈവമക്കൾ ആകുവാനും ഉള്ള അവൻ അവകാശവും അധികാരവും സ്വതന്ത്രമായി നൽകിയിട്ടുണ്ട്. ഒരുവൻ്റെ കഴിവോ യോഗ്യതയോ അല്ല, ദൈവത്തെ കൈക്കൊള്ളുക എന്ന് മാത്രമാണ് ദൈവമക്കളാകുവാനുള്ള മാനദണ്ഡം. പുത്രനായ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മെ ദൈവമക്കളെന്ന് എന്ന പദവിയിലേക്ക് ഉയർത്തുന്നത്. ഈ എളിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ആകുന്നു നിങ്ങൾ ചെയ്തത് എന്ന ദൈവിക അരുളപ്പാടിനെ യോഗ്യമായി ശുശ്രൂഷ ചെയ്തവർക്കാണ് മക്കൾ എന്ന പദവി കിട്ടുന്നത്. പാവം മൂലം ആത്മീയ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ തേജസ്സായിരിക്കുന്നവൻ സർവ മഹിമയും വെടിഞ്ഞ് ജഡമെടുത്തിരിക്കുന്നത് മനുഷ്യ കുലത്തെ വീണ്ടെടുക്കുവാനാണ്. ദൈവത്തിൻ്റെ തേജസ് അടുത്ത് കണ്ടതായാണ് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. കഴിവും യോഗ്യതയും നോക്കാതെ ദൈവമക്കളാകുവാനുള്ള അവകാശവും അധികാരവും നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ ആ പദവിയിൽ നിന്നും അകന്നു പോകാത്ത ദൈവത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവേശിപ്പിക്കാം. കർത്താവെ, അവിടുത്തെ ജീവന്റെ സാക്ഷികളായി നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.